പല ഇമ്പാക്റ്റ് ഇതുകൊണ്ടുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് ഇത്രയും ചെലവ് അത് നമ്മൾ കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പവർ കട്ട് കുറഞ്ഞു. എന്തുകൊണ്ടാണ്? നല്ലൊരു ശതമാനം റിന്യൂവബിൾ എനർജി എന്നുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് നമുക്ക് പല രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ KCB തന്നെ പുറപ്പെടുവിച്ച പല റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഏകദേശം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി നടത്തി ഇത് എന്തുമാത്രം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിന് ഘടകവിരുദ്ധമായിട്ട് KCB അവരുടെ വരുമാനം കുറയുന്നു എന്നത് കാണിച്ച് KCRCയിൽ പല തവണ ഇതുകൊണ്ട് പല ചേഞ്ചസ് വരുന്നത്. ഇത് ഏകദേശം ഒരു 5 വർഷം മുമ്പ് KCB തന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവം സോളാർ. അപ്പോൾ ആ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സോളാർ വെച്ചേക്കുന്ന ഓരോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ എൻ്റർപ്രണർ അവർ അതിനകത്തുനിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സോളാർ ചെയ്തേക്കുന്നത്. അവരെ ഒരു 2-3 വർഷമായപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പകുതി പോലും ROI ആയിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. അവരൊരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തിട്ട് ഈ 5 വർഷം കൊണ്ട് 6 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് തിരിച്ച് കിട്ടാത്ത രീതിയിലായിരിക്കും പുതിയ റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ ബാറ്ററി സ്റ്റോറേജ് ഉൾപ്പെടെ നമുക്ക് കോസ്റ്റ് വരുന്നത്. ഏകദേശം ഒരു 70% പ്രൈസ് ഹൈക്ക് വരുന്നത് ഒരു 5 കിലോവാട്ട് സിസ്റ്റത്തിന്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കും. അതുകൊണ്ടാണ് എന്നെപ്പോലെ തന്നെ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മുടെ പ്രൊസ്യൂമേഴ്സ് ഉണ്ട്, ഒരു ജനറൽ പബ്ലിക് തന്നെ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് പോലും നമ്മളെ കേൾക്കാൻ പോലും KCRC തയ്യാറാവുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ അതിന് തയ്യാറാണ്.